കേരളം ഇന്ന് ദുരന്ത മുഖത്താണ്. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ അവിടെ ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിനിടയിൽ മറ്റൊരു ദുരന്തം കൂടി താങ്ങാൻ കഴിയില്ല. മുല്ലപ്പെരിയാറിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വാദഗതികൾ ഉയരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഏകദേശം 4 ജില്ലകളെ കൃത്യമായും ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് കേരളം അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ വീണ്ടും ഹർജിയുമായി മാത്യു നെടുമ്പറ വന്നിരിക്കുന്നതും ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വലിയ തോതിൽ അഡ്വക്കേറ്റ് റസൽ ജോയ് നടത്തുന്ന പോരാട്ടങ്ങൾ ശ്ലാഘനീയം തന്നെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഡാം സുരക്ഷിതമാണ് എന്ന കോടതി വിധിയെ ഒരിക്കലും അംഗീകരിക്കാൻ കേരളത്തിന് കഴിയില്ല. മുല്ലപ്പെരിയാറിലുള്ള ജലനിരപ്പും അവിടുത്തെ നിലവിലെ സംഭരണ ശേഷിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഡാമിൻ്റെ ബലക്ഷയവും ബലക്കുറവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ പാർലമെൻറ്റിൽ നിരവധിയായ തവണ ഇടുക്കി എം പി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒരേ മനസ്സോടുകൂടി ഉന്നയിക്കുന്ന വിഷയമാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ജലബോംബായി ഇപ്പോഴും കൺമുമ്പിൽ തന്നെ നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ്. ഒരു കാരണവശാലും അവിടെ സുരക്ഷിതരല്ല ജനങ്ങൾ എന്ന വ്യവസ്ഥ കൃത്യമായും കേരളം വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ PWD വകുപ്പ് ചീഫ് എഞ്ചിനീയറായിട്ടുള്ള രമേശ് മധുര റീജിയൻ ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹം. ഈ ഡാമുമായി ബന്ധപ്പെട്ട പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. കേരളം ഇപ്പോൾ നേരിടുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഡാമിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധന നടത്തണം എന്ന ആവശ്യത്തിൻ്റെ പിന്നാലെയായിരുന്നു ഈ ഒരു പരിശോധന. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തമിഴ്നാട് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അംഗീകരിപ്പിക്കാൻ ഒരേ മനസ്സോടുകൂടി ഇടതുപക്ഷവും വലതുപക്ഷവും നീങ്ങേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം ഈ കാര്യത്തിൽ തമിഴ്നാട് ഭരിക്കുന്ന DMK സർക്കാരുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും സമാനതകളില്ലാതെ ഒരുമിച്ച് തീരുമാനമെടുക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആകുന്നു. മുഖ്യമന്ത്രി തീർച്ചയായും സർവകക്ഷി യോഗം വിളിക്കും എന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടെയും കൃത്യമായും BJP നേതൃത്വം മാത്രമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.